എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈസി ഇംഗ്ലീഷ് വിത്ത് രേഷ്മ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടന്നാലോ? ലുക്ക്, സീ ആൻഡ് വാച്ച്. ആദ്യം നമുക്ക് ലുക്ക് നോക്കാം. ലുക്കിൻ്റെ അർത്ഥം എന്താണ്? നോക്കുക. എങ്ങനെ നോക്കുന്നത്? ഒരു പ്രത്യേക കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുത്ത് നോക്കുന്നതിനെയാണ് ലുക്ക് എന്ന് പറയുന്നത്. ഇതിന് നമ്മുടെ ഭാഗത്തു നിന്നൊരു ചെറിയ ശ്രമം ആവശ്യമാണ്, അതായത് ഉദ്ദേശപൂർവ്വം നോക്കുന്നത്. സാധാരണയായി നമ്മൾ ലുക്കിൻ്റെ കൂടെ അറ്റും കൂടി ചേർത്താണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കിയാലോ? ലുക്ക് അറ്റ് ദ ബോർഡ്. ബോർഡിലേക്ക് നോക്കൂ. ലുക്ക് അറ്റ് മീ. എന്നെ നോക്കൂ. ഈ രണ്ട് കാര്യത്തിലും നമ്മുടെ ഒരു ചെറിയ ശ്രമം ആവശ്യമാണ്, അല്ലേ? നോക്കൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രദ്ധ തിരിച്ച് നമ്മൾ അതിലേക്ക് നോക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ ലുക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത നമുക്ക് സീ നോക്കിയാലോ? സീയുടെ അർത്ഥം എന്താണ്? കാണുക അല്ലെങ്കിൽ കണ്ണിൽപ്പെടുക. നമ്മൾ പ്രത്യേകിച്ച് ഒരു കാര്യവും ചെയ്യാതെ തന്നെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങളെയാണ് സീ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സീ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? യാദൃച്ഛികമായിട്ട് ഒരു കാര്യം കണ്ണിൽ പെടുമ്പോഴാണ് നമ്മൾ സീ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിയാലോ? ഫസ്റ്റ് വൺ, ഐ സീ എ ബേർഡ് ഓൺ ദ ട്രീ. ഞാൻ ആ മരത്തിൽ ഒരു പക്ഷിയെ കാണുന്നുണ്ട്. വെറുതെ നോക്കിയപ്പോൾ കണ്ണിൽ പെട്ടതാണ്. അപ്പോൾ അങ്ങനെ കാണുന്നതിനാണ് നമ്മൾ സീ എന്ന് പറയുന്നത്. ഡിഡ് യു സീ രാഹുൽ യെസ്റ്റർഡേ? നീ ഇന്നലെ രാഹുലിനെ കണ്ടോ? അതായത് നീ ഇന്നലെ പുറത്ത് പോയ സമയത്ത് രാഹുലിനെ കണ്ടായിരുന്നോ? യാദൃച്ഛികമായി കാണുന്നതാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ സീ ഉപയോഗിക്കുന്നത്. അടുത്ത നമുക്ക് നോക്കാം വാച്ച്. വാച്ചിൻ്റെ അർത്ഥം എന്താണ്? നിരീക്ഷിക്കുക അല്ലെങ്കിൽ കുറച്ച് സമയം ശ്രദ്ധിച്ച് നോക്കുക. അപ്പം ഒരു കാര്യം തുടർച്ചയായിട്ട് സമയമെടുത്ത് ശ്രദ്ധയോടുകൂടി നോക്കി ഇരിക്കുന്നതിനെയാണ് വാച്ച് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ചലിക്കുന്ന കാര്യങ്ങൾ, മൂവിങ് തിങ്സ്, ഈ സമയത്താണ് നമ്മൾ വാച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏത് സമയത്താണ് നമ്മൾ വാച്ച് ഉപയോഗിക്കുന്നത്? ടി വി കാണുക, സിനിമ കാണുക, മാച്ച് കാണുക, ആളുകളുടെ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക, ഈ സമയത്തൊക്കെ നമ്മൾ വാച്ചാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കിയാലോ? ഫസ്റ്റ് വൺ, ഹീ ഈസ് വാച്ചിങ് ഫുട്ബോൾ നൗ. അവനിപ്പോൾ ഫുട്ബോൾ മാച്ച് കാണുകയാണ്. അപ്പം ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു കളിയാണല്ലേ, ഒരു ചലിക്കുന്ന കാര്യമാണ്. അടുത്ത നോക്കിക്കേ, ഐ ആം വാച്ചിങ് എ മൂവി. ഞാനൊരു സിനിമ കാണുകയാണ്. അതായത് അത് വെറുതെ നമ്മൾ നോക്കിയിരിക്കുകയല്ല, കഥ മനസ്സിലാക്കി ശ്രദ്ധിച്ച് അതിലേക്ക് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് വാച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലുക്ക് എന്ന് വെച്ചാൽ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ച് നോക്കുന്നത്. സി, കണ്ണ് തുറന്നിരിക്കുമ്പോൾ തനിയെ കാണുന്നത്, നമ്മുടെ പ്രത്യേക ശ്രമമൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ. അടുത്തത് നോക്കിക്കേ, വാച്ച്. വാച്ചിൻ്റെ അർത്ഥം എന്താണ്? ചലിക്കുന്ന ഒരു കാര്യം സമയമെടുത്ത് നമ്മൾ ശ്രദ്ധിച്ച് കാണുന്നതിനാണ് വാച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു 3 ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ.